സന്ദീപ് വാര്യർ MLA ആദ്യം തന്നെ ഒരു സ്വാഗതം. സാർ ഒരു പ്രമേയം മുന്നോട്ട് വെച്ചത് കണ്ടു നിയമസഭയിൽ. ആ ഒരു വീഡിയോ ഒരുപാട് വൈറലായിട്ട്, പ്രത്യേകിച്ച് യൂത്തിനിടയിൽ. അതായത് ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഫുട്ബോളിൻ്റെ ആരാധകരാണ് എനിക്ക് ആ ഒരു വീഡിയോ അയച്ചു തന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫുട്ബോൾ ഒരു ആരാധകൻ എന്നോട് പറഞ്ഞു, എന്തായാലും സന്ദീപ് വാര്യർ MLA ഈ ഒരു കാര്യം ചോദിക്കണം. അതായത് മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്മരണക്കായിട്ട് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം തൃക്കരിപ്പൂരിൽ വേണമെന്നൊരു പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ എന്തായി അതിൻ്റെ തുടർ നടപടികളൊക്കെ? ഈ ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മലബാറിലൊരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാകുന്നൊരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ നിയമസഭയിൽ അത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, കേരളത്തിലെ ഫുട്ബോളിനെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചൊരു മുഖ്യമന്ത്രി ലീഡർ K. കരുണാകരനായിരുന്നു. അതേ മുഖ്യമന്ത്രി എന്ന കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഏറ്റവും മികച്ച ടീമുകൾ ഉണ്ടായിരുന്നത്, ഏറ്റവും മികച്ച ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലാണ് കലൂരിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ടാകുന്നത്, തിരുവനന്തപുരത്തെ നെഹ്റു സ്റ്റേഡിയം ഉണ്ടാകുന്നത്, ഇതെല്ലാം ചന്ദ്രശേഖരനാർ സ്റ്റേഡിയം ഉണ്ടാകുന്നത് നെഹ്റു കപ്പിന് വേണ്ടിയിട്ട്. അപ്പം ഫുട്ബോളിന് വേണ്ടി ഇത്രമേൽ പ്രവർത്തിച്ചൊരു മുഖ്യമന്ത്രിയായിരുന്നു ലീഡർ K. കരുണാകരൻ. അപ്പോൾ മലബാറിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ സ്റ്റേഡിയത്തിന് എന്തുകൊണ്ടും അർഹത അത് തൃക്കരിപ്പൂരിനാണ് എന്ന് നിയമസഭയിൽ പറയുകയാണ് ഞാൻ ചെയ്തത്. അത് വെറുതെ പറഞ്ഞതല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഏറ്റവും അധികം ഫുട്ബോൾ ആരാധകർ മാത്രമല്ല, ഫുട്ബോൾ കളിക്കാറുള്ള സ്ഥലമാണ്. മറ്റ് സ്ഥലങ്ങളിൽ ആരാധകരുണ്ടാവാം, ഇത് ഫുട്ബോൾ കളിക്കുന്ന റിയലി ഫീൽഡിൽ ഫുട്ബോൾ കളിക്കുന്ന ആയിരക്കണക്കിന് പേർ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്ഥലമാണ് തൃക്കരിപ്പൂര്. നമ്മുടെ ഏറ്റവും ദേശീയ അന്തർദേശീയ താരങ്ങൾ റാഫിയെ പോലെ, അതല്ലെങ്കിൽ സുരേഷിനെ പോലെയൊക്കെയുള്ള ദേശീയ അന്തർദേശീയ താരങ്ങൾ, രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയവർ, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ഒട്ടേറെ കളിച്ചവർ, നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചവർ, ഒരുപാട് പ്രശസ്തി നമ്മുടെ നാടിന് കൊണ്ടുവന്നവർ, അതായത് ചെറിയ കുട്ടികൾ മുതൽ പെൺകുട്ടികളടക്കമുള്ളവർ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം തൃക്കരിപ്പൂർ. അതുകൊണ്ട് ഫുട്ബോളിനെ ഒരു ജീവശ്വാസമായി കരുതുന്ന തൃക്കരിപ്പൂരിനായിരിക്കണം ഈ സ്റ്റേഡിയം കൊടുക്കേണ്ടതെന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. അത് കേവലമായിട്ടൊരു സ്റ്റേഡിയം ആവരുത്, മറിച്ചൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിരിക്കണം. ഫുട്ബോളിൻ്റെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ്, അതിൽ കോച്ചിങ്, ഹോസ്റ്റൽ സൗകര്യം, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ജിംനേഷ്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ട്, നല്ല ടർഫുകളൊക്കെ ആയിട്ട്, വിവിധ പ്രാക്ടീസ് ഗ്രൗണ്ടുകൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സംവിധാനമായിട്ട് അതിൽ മുൻ മുഖ്യമന്ത്രി ലീഡർ K. കരുണാകരൻ്റെ നാമധേയത്തിൽ തൃക്കരിപ്പൂരിൽ യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അത് തൃക്കരിപ്പൂരിന് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും അത് യുവതയ്ക്കിടയിൽ ഒരു മാസ് BGM ഒക്കെ ആയിട്ട് ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അത് കണ്ടതിൽ വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് ഈ ഒരു ഫുട്ബോൾ നടക്കുന്ന സമയത്തും കൂടെ ഒരു രസകരമായ ചോദ്യം ചോദിക്കുകയാണ്, ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഏതാണ് ടീം? ഞാനത് പറഞ്ഞാലേ രാഷ്ട്രീയക്കാരനല്ലേ, ഒരു ടീമിൻ്റെ പേര് പറഞ്ഞാൽ മറ്റേ ടീമിൻ്റെ ആരാധകർ തെറ്റും. അപ്പോൾ തൽക്കാലം നമ്മുടെ ഫുട്ബോൾ ആരാധകർ മുഴുവൻ വലിയ സന്തോഷത്തോടുകൂടി ഫുട്ബോൾ കാണുന്ന സമയമാണ്. ഇപ്പോൾ ചില ആൾക്ക് നിരാശയൊക്കെയായി, പോർച്ചുഗലും ബ്രസീലും ഒക്കെ പുറത്ത് പോയപ്പോൾ വലിയ നിരാശയുണ്ട് കുട്ടികൾക്ക്. എന്തായാലും അർജന്റീനയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം വളരെ ഗംഭീരമായിരുന്നു. അവര് ഈജിപ്തിനെതിരെ 2 ഗോളിന് പുറകിൽ നിന്ന് തിരിച്ചു വന്നു. ഒരു ഫൗള് കളി എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനോട് എന്താണ് പറയുക? എല്ലാം ഇന്നിപ്പോൾ ആധുനിക സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് FIFA ഇത്തരം കളി നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതൊക്കെ അന്തിമമായിട്ടുള്ള, പണ്ടത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊന്നുമില്ലാത്ത കാലത്ത് റഫറിയുടെ തീരുമാനം അന്തിമമായിരുന്ന കാലത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൈ ഓർമ്മയില്ലേ, ഡിഗോ മറഡോണ ഗോളടിച്ച്, കൈകൊണ്ട് ഗോളടിച്ചു എന്നുള്ളത് ഓർമ്മയില്ലേ? അപ്പോൾ അതുപോലെയൊന്നും സംഭവിച്ചിട്ടില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു ഗെയിമിനിടയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അത് സംബന്ധിച്ച് തർക്കവിതർക്കങ്ങളൊന്നും അടിച്ച കാര്യമില്ല. ഗെയിം റിസൾട്ട് പുറത്തു വന്നല്ലോ, അവിടെ അർജന്റീന ജയിച്ചു കഴിഞ്ഞു. സോ ഓൾ ദ ബെസ്റ്റ് ടു അർജന്റീന ആൻഡ് ലയണൽ മെസ്സി. ഓക്കെ, അപ്പോൾ അതില് അങ്ങോട്ടുള്ള ഒരു ചായ്വ് കാണുന്നുണ്ട്. എന്തായാലും അർജന്റീന ഫാൻസിന് ഇത് ആഘോഷിക്കാനുള്ള ഒരു രാവ് കൂടിയാണ്. എന്തായാലും MLA അങ്ങനെ പറഞ്ഞോണ്ട് അർജന്റീനയുടെ അതെ കളർ കുപ്പായോ. എന്തായാലും MLA ഫുട്ബോളൊക്കെ കളിക്കാറുണ്ടോ? ഇല്ല, ചെറുപ്പത്തിലൊക്കെ കുട്ടിക്കാലത്തൊക്കെ. എന്തൊക്കെയാണ് ആ ഫുട്ബോൾ ഓർമ്മകൾ? എന്തൊക്കെയാ ഫുട്ബോൾ ഓർമ്മകൾ? അന്നത്തെ കാലത്ത് സന്തോഷ് ട്രോഫി ജയിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം. കാരണം പിറ്റേ ദിവസം സ്കൂളിന് അവധി കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള 93-ലെയും 94-ലേക്ക് സന്തോഷ് ട്രോഫികൾ നല്ല ഓർമ്മകളായിട്ടുണ്ട്. അന്ന് കളി കാണാൻ ഇന്നത്തെ പോലെ ESPN സ്റ്റാർസ് അല്ലെങ്കിൽ സ്പോർട്സ് ചാനലുകളൊന്നുമില്ല, ദൂരദർശനെ ആശ്രയിക്കണം. അന്ന് തന്നെ വളരെ ക്ലാരിറ്റി കുറഞ്ഞിട്ടേ കിട്ടുള്ളൂ, പഴയ ആൻറ്റിനയൊക്കെ വെച്ചുകൊണ്ട്. അന്ന് അത് കാണാൻ വേണ്ടി ഞങ്ങളുടെ ഏതെങ്കിലും ഗ്രാമത്തിലൊരു വീട്ടിലെ TV ഉണ്ടാവും. ആ TVക്ക് മുന്നിൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ചെറുപ്പക്കാരും ആളുകളും ഒക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് കളി കാണുന്നു. അങ്ങനെയുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് കേരളത്തിലെ അന്നത്തെ കേരള പോലീസ്, അതല്ലെങ്കിൽ അന്നത്തെ ടൈറ്റാനിയം, SBT, അതുപോലെയുള്ള നിരവധി ടീമുകൾ കേരളത്തിൻ്റെ പൊതുമേഖല KSRTC ഉണ്ടായിരുന്നു, KSCB ഉണ്ടായിരുന്നു.
ഇവർക്കെല്ലാം ഫുട്ബോൾ ടീമുകളുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് താരങ്ങൾ ഉയർന്നു വന്നു, അവർക്കെല്ലാം തൊഴിലവസരങ്ങളുണ്ടായി. പക്ഷെ ഇന്ന് ആ അവസരങ്ങളൊന്നുമില്ല, സാധ്യതകളില്ല. ഇതെല്ലാം തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു പ്രമേയം കൂടി അവതരിപ്പിക്കണം. പക്ഷേ അതെല്ലാം ഗവൺമെന്റ് ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല കാര്യം അതാണ്. കാരണം വളർന്നു വരുന്ന യുവത ഒരുപാട് കായികക്ഷമതയുള്ള കുട്ടികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷെ അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ല എന്നൊരു പരിമിതി കൂടി ഉണ്ട്. ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ നടക്കുകയാണ്. നമുക്ക് വാസ്തവത്തിൽ ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും മികച്ച തൂഫാൻ വാരിയേഴ്സ് അത് ഫുട്ബോൾ താരങ്ങളടക്കമുള്ള അത്ലറ്റിക്സ് ഈ സ്പോർട്സ് താരങ്ങളാണ്. അപ്പോൾ നമുക്ക് കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ കളിച്ചു വളരാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി തീർച്ചയായിട്ടും തൃക്കരിപ്പൂരിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഏതറ്റം വരെയും അതുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് പോകും. പരമാവധി കാര്യങ്ങൾ ഈ മേഖലയ്ക്ക് വേണ്ടി ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ചരിത്രം തിരുത്തി എഴുതിയ ഒരു MLA ആണ് തൃക്കരിപ്പൂരിനെ സംബന്ധിച്ച്. എങ്ങനെ പോകുന്നു മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളൊക്കെ? മണ്ഡലം നല്ല രീതിയിൽ പോകുന്നുണ്ട്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആലോചനാ യോഗങ്ങൾ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട UDFൻ്റെ ഒരു കമ്മിറ്റി ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പം നമ്മളെ നിയോജക മണ്ഡലത്തിൽ കുറേ കാലമായിട്ട് ഏതാണ്ട് 60 വർഷത്തോളമായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന നിരവധി പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ പ്രൊജക്റ്റുകൾ എന്ത് കൊണ്ടുവരാൻ പറ്റും. എയിംസുമായി ബന്ധപ്പെട്ട് നമ്മളെ പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിച്ച് അത് കേന്ദ്ര സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കൊടുത്ത പ്രപ്പോസലിൽ തൃക്കരിപ്പൂർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്, വലിയ അച്ചീവ്മെൻ്റ് ആണ്. കാരണം കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന 5-6 സ്ഥലങ്ങളുടെ പ്രപ്പോസലിൽ ഉൾപ്പെടുക എന്നുള്ളത് പോലും ഒരു വലിയ കാര്യമാണ്. ബാക്കി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല നോംസ് ഉണ്ടായിരിക്കും, നമുക്ക് അനുകൂലമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് നമ്മുടെ ചീമേനിയിലെ ലോജിസ്റ്റിക്കൽ വെർട്ടിക്കൽ ഹൈടെക് ഇൻഡസ്ട്രിയൽ പാർക്കാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ലാൻഡ് ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട് ചില പേപ്പർ വർക്ക് നടന്നു വരികയാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ തറക്കല്ലിടലും കാര്യങ്ങളുണ്ടാകും. ഏതാണ്ട് 15,000-ഓളം പേർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള കാര്യമാണ്. മറ്റൊന്ന് ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അടുത്ത ദിവസം വരും, അത് സർപ്രൈസാണ്. ഓക്കെ, എന്തായാലും വെയിറ്റിംഗ് ആണ്, വി ആർ വെയിറ്റിംഗ്. ഓക്കെ, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഞാനൊരു ഷാഫി പറമ്പിൽ ആരാധികയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആ ഒരു സൗഹൃദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൗഹൃദമാണ്. അപ്പോൾ ഷാഫി പറമ്പിലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്, ആ ഒരു സൗഹൃദം? ഷാഫി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരും മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 80 സ്ഥലങ്ങളിലാണ് UDFന് വേണ്ടി അദ്ദേഹം റാലി നടത്തിയത്. എല്ലായിടത്തും വലിയ ക്രൗഡായിരുന്നു. നമുക്കറിയാം, ഇവിടെ നടത്തിയപ്പോൾ 4.5 മണിക്കൂറാണ് ഇവിടെ റോഡ് ഷോ നടത്തിയത്. 10,000-കണക്കിന് ആളുകളാണ് ഷാഫിയെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അസാമാന്യമായിട്ടുള്ള അധ്വാനശീലമുള്ള വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ഷാഫി പറമ്പിൽ. ഞാൻ അന്നൊരു ബൈറ്റ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്ന്. അപ്പോൾ അതിലൂടെ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു സൗഹൃദം. ഞങ്ങൾ രണ്ടും ഒരു പാലക്കാട്ടുകാരാണല്ലോ, അപ്പം അങ്ങനത്തെ ഒരു ബന്ധം കൂടിയുണ്ട്. പിന്നെ അദ്ദേഹം ഒരു വളരെ വിഷണറി ആയിട്ടുള്ള യങ് പൊളിറ്റിക്കൽ ഒരു ഭാവി കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ കൂടിയാണ് ഷാഫി പറമ്പിൽ. ആ അർത്ഥത്തിൽ അദ്ദേഹം ഈ ഇലക്ഷന് UDFന് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത ലീഡറാണ്. കേരളത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുന്ന ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഴിവുകളും നമുക്ക് ഭാവിയിലൂടെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി കുറച്ച് പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഓരോ ഇഷ്യൂ അറിയാലോ. അതായത് പയ്യന്നൂർ, തളിപ്പറമ്പ്, അമ്പലപ്പുഴ, അങ്ങനെ വിമതർ ജയിച്ച ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ നീക്കം എങ്ങനെയാണ് പറയാനുള്ളത്, എങ്ങനെയാണ് അതിനെ വിശദീകരിക്കാനുള്ളത്? CPMനുള്ള ആഭ്യന്തര വിഷയങ്ങളെക്കുറിച്ച് അവരാണ് വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒരു മാറ്റവും വരുത്തേണ്ടതില്ല എന്ന് കരുതിയിട്ടാണല്ലോ. അപ്പോൾ അവരാകെ ചെയ്ത മാറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ശനിയാഴ്ച കൂടുന്ന സംസ്ഥാന കമ്മിറ്റി എടുത്ത് ചൊവ്വാഴ്ചയ്ക്കാക്കി എന്നല്ലാതെ മറ്റൊരു മാറ്റം അവർ വരുത്തിയിട്ടില്ല എന്ന് സഭയ്ക്കുള്ളിൽ ബഷീർ സാഹിബ് കളിയാക്കുന്നത് കിട്ടും. അപ്പം അതുപോലെ പ്രത്യേകിച്ച് ഒരു മാറ്റവും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഈ പ്രതികരണങ്ങൾ എന്ന് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഗവൺമെൻറ് വന്ന് 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിലുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് അവരിറങ്ങി. ഇപ്പോൾ ലോകകപ്പ് നടക്കുന്ന സമയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏറ്റവും വലിയ സെൽഫ് ഗോൾ അടിച്ചവരാണ്. PM ശ്രീ പദ്ധതി അവരൊപ്പിട്ടു, അവർ നടപ്പാക്കി, അവർ പൈസ വാങ്ങി, ഇത് സഭയിൽ ഉന്നയിച്ച് സെൽഫ് ഗോളായിട്ട് മാറുന്നത് കണ്ടു. അപ്പോൾ അതുപോലെയാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. അവർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച തെറ്റുകൾ തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ ജനങ്ങൾ അവരെ പൂർണ്ണമായും വിസ്മൃതിയിലേക്ക് തള്ളിവിടുമെന്ന് മാത്രമേ പറയാം. അതുപോലെ തന്നെ എൻ്റെ ഒരു കാര്യം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് നമ്മുടെ AI റോബോട്ടിക് ലാബ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ ഇത്രയും ഈ ഒരു AI യുഗമായി ആയിട്ട് പോലും പക്ഷെ നമ്മുടെ വിദ്യാലയങ്ങളിലൊന്നും അങ്ങനെ റോബോട്ടിക് ലാബോ അങ്ങനെയൊന്നും വന്നില്ല. അപ്പോൾ താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ ഓക്കെ, എന്തായാലും യൂത്തിന് വേണ്ടി ഇനി എന്തൊക്കെ കാര്യങ്ങൾ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ചെയ്യാൻ പോകുന്നു?
ഇത് യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും വലിയ കാസർഗോഡ് ജില്ലയിൽ അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അഭാവമാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിൽ കിട്ടാനുള്ള അവസരമില്ല, പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ കുറവുണ്ട്. ഇപ്പോൾ ഇവിടെ പിന്നെ +2 സീറ്റുമായി ബന്ധപ്പെട്ട് ഗണ്യമായ കുറവുണ്ട്. അതിന് കൂടുതൽ ബാച്ചുകൾ അനുവദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകും. സ്പോർട്സ് അതിലൊരു കാര്യം മാത്രമാണ്. നമ്മൾ മലയോര മേഖലയിൽ ഓൾറെഡി ഈ ആർമി ട്രെയിനിങ്ങിന് വേണ്ടി ഒരു സെൻറ്റർ, ആംഡ് ഫോഴ്സസിലേക്ക് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സെൻറ്റർ അവിടുത്തെ ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് MLAയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമ്മൾ തുടങ്ങാൻ പോകുന്നുണ്ട്. അതെല്ലാം ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും യൂത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി എല്ലാവർക്കും വേണ്ടി താങ്കളുടെ വ്യക്തിമുദ്ര എല്ലാ മേഖലകളിലും പതിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. എന്തായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ ചേർന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.